ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നേ. എന്റെ അനുഭവമാണേ. ഫേസ്ബുക്കിൽ ഞാൻ കുറച്ച് നാളുകളായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് എനിക്ക് CM ടൂൾ ഓപ്പൺ ആയി കിട്ടുമെന്നും അതിൽ നിന്നും പേയ്മെന്റ് വരാൻ തുടങ്ങുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. എന്റെ എന്താ പറയണേ, ഒരു സ്വന്തം അനുഭവം പറയുകയാണെങ്കിൽ എനിക്ക് 2 മക്കളാണ്. ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ എനിക്ക് വീഡിയോസ് ഇടാനോ അതിനൊന്നും ശരിക്കും സമയം കിട്ടാറില്ല. പക്ഷേ ഫസ്റ്റ് ടൈമിലൊക്കെ ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പം ഒന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമുക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മോണിറ്റൈസേഷൻ ആവുമെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് ഇതിന്റെ ക്രൈറ്റീരിയ ഒന്നും അറിയില്ല. ഫേസ്ബുക്കിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ ഓരോ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ചെയ്താലാവും എന്ന് വിചാരിച്ചു. പക്ഷേ എന്നാലും വർക്കൗട്ട് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനിത് എങ്ങനെ നേടിയെടുത്തു എന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ബാലികേറ മലയൊന്നും അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞാനും അങ്ങനെ ആലോചിച്ചു, ഇനി എന്നാ എനിക്കൊരു ഏണിങ്സ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്നാ ഇനി ഇതിന്ന് സക്സസ് ആവാൻ പറ്റുന്നതെന്ന് ഞാൻ സ്റ്റാർട്ടിങ് സമയത്ത് ആലോചിച്ചു. അല്ലെങ്കിൽ നമുക്ക് സ്ത്രീകൾക്ക് ഒരു വരുമാനം അത്യാവശ്യമാണല്ലോ. നമ്മളിപ്പോ പുറത്തു പോയി നമുക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളെ കുഞ്ഞുങ്ങളെ നോക്കണം, വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കുന്ന ഒരുപാട് ലേഡീസിനെ എനിക്കറിയാം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിനൊരു ടാലന്റ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ബ്ലോഗ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം നമ്മൾ ജസ്റ്റ് എന്താണ് ഇതെന്നൊരു സംഭവം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയണം. കാരണം ഞാൻ ഇതിലൊക്കെ എനിക്ക് വീക്കായിരുന്നു. യൂട്യൂബിനെ കുറിച്ചോ ഫേസ്ബുക്കിനെ കുറിച്ചോ ഒന്നും വലിയ ഐഡിയ ഉള്ള ഒരാളല്ല കേട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കിത് പഠിച്ചെടുക്കാനും വലിയ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്തതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ സന്തോഷം നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നിയത് ഒരാൾ കൂടി ഉപകാരപ്പെടുകയാണെങ്കിൽ അത്രയും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ആദ്യം പരാജയപ്പെട്ടെന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. തുടരെ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പോസ്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വ്യൂസ് കൂടാൻ തുടങ്ങും. അത് പതിയെ ആവത്തുള്ളൂ. എന്തോ അങ്ങനെ സീറോയിൽ നിന്നാണല്ലോ നമ്മൾ തുടങ്ങുന്നത് എന്ന് പറഞ്ഞ പോലെ എല്ലാം നമുക്ക് അത് പിന്നെ ആയി വരത്തേ ഉള്ളൂ കേട്ടോ. ആ സമയത്ത് നമ്മൾ എന്താ പറയണേ, ഡൗൺ ആവുമോ വിഷമിക്കുകയോ ഒന്നും ചെയ്യരുത്. നമ്മൾ മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് അറിയാവുന്നവരോ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരോ അങ്ങനെയുള്ളവരിൽ നിന്നൊന്നും നമ്മൾ ഒരു സപ്പോർട്ടും പ്രതീക്ഷിക്കേണ്ട. കാരണം നമ്മൾ അതിൽക്കാലം കൂടുതലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ അറിയാത്ത ആൾക്കാരാണ്. നിങ്ങളെ പോലുള്ള ആൾക്കാരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. അതുപോലെ ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വളരെ സാധ്യത കുറവുള്ളതാണ്. എന്റെ പേജിൽ, എന്റെ ഡാഷ്ബോർഡിലെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ മേളിൽ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു 5 മാസം കൊണ്ട് കണ്ടന്റ് മോണിറ്റൈസേഷനിലേക്ക് എത്താൻ സാധിച്ചത് തന്നെ നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചുള്ള പ്രതിഫലമായിരിക്കും. അതാണ് ഈ ഫേസ്ബുക്ക് നമുക്ക് ഡേ ടു ഡേ അപ്ഡേഷൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഒരുപാട് ബെനിഫിറ്റ്സുകൾ നമുക്ക് ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ടെങ്കിൽ ആ പേജ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഒരുപാട് വീഡിയോസും പോസ്റ്റുകളും നിങ്ങൾ ചറപറ വാരി വിതറുക. കാരണം ഇതിനൊരു പിശുക്കും കാണിക്കരുത്. ഞാൻ പിശുക്ക് കാണിക്കാണ്ട് വാരി വിതറുമായിരുന്നു. അങ്ങനെയാണ് കേട്ടോ പെട്ടെന്ന് കണ്ടന്റ് മോണിറ്റൈസേഷൻ ആയത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഇത് എങ്ങനെയാ എനിക്ക് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ ആദ്യമൊക്കെ ആണെങ്കിലേ ചെറിയ പോസ്റ്റുകളൊക്കെ ഇട്ടോണ്ടിരുന്നേ. അപ്പൊ ഇതിന്ന് കാശ് കിട്ടും, അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ഇത്രയും വരുമാനം കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇത് ഇത്രയും ആൾക്കാരിലേക്ക് റീച്ച് ആവുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ വീഡിയോ ഇട്ട് തുടങ്ങിയത്. മോനെ വെച്ചിട്ട് അവൻ ഇഷ്ടമായി ഇതൊക്കെ ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹത്തിൽ തുടങ്ങിയ ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് അത് ഇവിടം വരെ എത്തി നിൽക്കുമ്പം എനിക്ക് നിങ്ങളോട് ഈ സന്തോഷം പങ്കുവെക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. നിങ്ങൾ ചറപറ വീഡിയോസ് ഇടുക. വീഡിയോസ് മാത്രമല്ല, പോസ്റ്റുകൾ ഇടുക. അതായത് ഒരു ദിവസം ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ മോർണിംഗിന് ഒരു പോസ്റ്റ് ഇടും, ഉച്ചയ്ക്കൊരു പോസ്റ്റ് ഇടും, രാത്രിയിൽ ഒരു പോസ്റ്റ് ഇടും. 3 പോസ്റ്റ് നമ്മൾ മിനിമം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അത് വെറുതെ ഇട്ടിട്ടും കാര്യമില്ല, നല്ല കോണ്ടന്റ് വേണം. അതിൽ നമ്മൾ ആൾക്കാർ വായിക്കാൻ അവരെ എന്താ പറയുക ഇരുത്തുന്ന രീതിയിൽ, അവരെ വായിച്ചിരിക്കുന്ന രീതിയിലുള്ള മെസ്സേജസ് ആയിരിക്കും നമ്മൾ കൊടുക്കണം. അതും അവർക്ക് എന്താ പറയുക ബെനിഫിറ്റ് ഉള്ള, അവര് ഗുണമാണ് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് കൂടിയിട്ട് ആൾക്കാർ ശ്രദ്ധിക്കും. അങ്ങനെയാണ് അത് ആൾക്കാരിൽ നിന്നും ആൾക്കാരിലേക്ക് എത്തുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ രാത്രിയിൽ ഒരു വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. അത് ഇച്ചിരി ലോങ് വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ട് കഴിഞ്ഞ മാർച്ചിലാണ് കേട്ടോ. ഇപ്പം 5 മാസങ്ങള് പിന്നിടുകയാണ്. ആൾക്കാരിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള വീഡിയോസോ പോസ്റ്റുകളോ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ടാവും. എനിക്കിത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അവർക്ക് ക്രിയേറ്റിവിറ്റി ചെറിയ തോതിലെങ്കിലും ഉണ്ടെങ്കിൽ, അത് നമുക്ക് പ്രസന്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും
കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓപ്പൺ ആയി കിട്ടും. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കുക. കാരണം വെറുതെ പോസ്റ്റും വീഡിയോസും അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ നേടാൻ പറ്റും ഫേസ്ബുക്കിൽ. ഇതിപ്പോ യൂട്യൂബിലാണെങ്കിൽ നമുക്ക് കുറച്ച് വ്യത്യസ്തമാണ്, രണ്ട് ക്രൈറ്റീരിയ ആണല്ലോ. ഫേസ്ബുക്ക് നമുക്ക് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് തരുന്ന കാര്യം, അതുപോലെ ഓരോ ദിവസം ഓരോ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും. നമുക്ക് എക്സ്ട്രാ ബോണസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസ്ബുക്ക് വഴി നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ വെറുതെ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ പോലും ആ അക്കൗണ്ടിനെ നിങ്ങളുടെ ഒരു ചാനലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ ഒരു ഇൻകം വാങ്ങാനായിട്ട് സാധിക്കും. ദിവസവും 3 പോസ്റ്റ് മസ്റ്റായിട്ട് നിങ്ങൾ ഇടുക. CM ടൂൾ ഓപ്പൺ ആവുന്നവരെയല്ല, ഇത് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് പോസ്റ്റിനും നമുക്ക് ഇതിൽ നിന്ന് ഏർണിങ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റീൽസിനും എക്സ്ട്രാ ഏർണിങ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് തൊട്ട് ശ്രമിക്കുക. വെറുതെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ഡോളർ ആയിട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് എമൗണ്ട് കിട്ടുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത്ര ഡോളർ ആവുമ്പോഴത്തേക്കും നമുക്ക് പേ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഉറപ്പായിട്ടും ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് അത്രയും ആൾക്കാർക്കും ബെനിഫിറ്റ് തരുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക്